ജപ്പാന്റെ വിവിധ ഭാഗങ്ങളിൽ അതിശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടു. റിക്ടർ സ്കെയിലിൽ 6.2 തീവ്രത രേഖപ്പെടുത്തി. ജപ്പാനിൽ ഇനിയും തുടർ ഭൂചലനങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്നും ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ജപ്പാൻ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭൂചലന സാധ്യതയുള്ള രാജ്യങ്ങളിലൊന്നാണ്. പ്രതിവർഷം ശരാശരി 1500ഓളം ഭൂചലനങ്ങൾ ഇവിടെ സംഭവിക്കാറുണ്ട്. ജപ്പാനിൽ 2011 9.0 തീവ്രതയുള്ള ഭൂചലനവും അതോടൊപ്പമുണ്ടായ സുനാമിയും രാജ്യത്ത് വലിയ നാശനഷ്ടങ്ങളാണ് വരുത്തിയത്. എന്നാൽ ഇപ്പോഴും നിലവിലെ സാഹചര്യങ്ങൾ ആശങ്കയുണ്ടാക്കുന്ന ഒന്നാണ്. അതിനാൽ തന്നെ അധികൃതർ കൃത്യമായി സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് കാലാവസ്ഥയിലെ മാറ്റം. 2025 ജൂലൈയിലായിരുന്നു ജപ്പാനിൽ വലിയൊരു ദുരന്തമുണ്ടാകുമെന്ന പുതിയ ഭാബാവാങ്ക എന്നറിയപ്പെടുന്ന റിയോ തൽസുഗിയുടെ പ്രവചനമുണ്ടായിരുന്നത്. ഇത് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി മാറുകയും ചെയ്തു. എന്നാൽ അന്ന് ഒന്നും സംഭവിച്ചില്ല. പക്ഷേ ഇത് ജപ്പാനെയും ജപ്പാന്റെ ടൂറിസം മേഖലയും തെല്ലൊന്നുമല്ല പിടിച്ചുലച്ചത്. എന്നാൽ അതിലൊന്നും സംഭവിക്കാത്തത് വലിയൊരു ആശ്വാസമായിട്ട് തന്നെയാണ് ജപ്പാൻ ജനതയും ലോകവും കണ്ടത്. പക്ഷേ ഇന്ന് അതല്ല സ്ഥിതി. എല്ലാം തകിടം മറിയുകയാണ്. ആ പ്രവചനങ്ങളെല്ലാം ശരിവെക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ജപ്പാനിലെ വടക്കൻ ദ്വീപായ ഹൈക്കോഡയിലാണ് ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടത്. റിക്ടർ സ്കെയിലിൽ 6.2 തീവ്രത രേഖപ്പെടുത്തിയ ഈ ഭൂചലനം പുലർച്ചെ 5:23 ഉണ്ടായത്. ഇവിടെ ഭൂമിക്കടിയിൽ 83 കിലോമീറ്റർ ആഴത്തിലാണ് ഇതിന്റെ പ്രഭവ കേന്ദ്രമെന്നാണ് പറയുന്നത്. ജനവാസം കുറഞ്ഞ മേഖലയാണ് ഇവിടെ. അതിനാൽ തന്നെ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളോ ജീവഹാനിയോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കൂടാതെ സുനാമി ഭീഷണി നിലവിലില്ലെന്നും ജപ്പാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നുണ്ട്. എന്നാലും തീരദേശങ്ങളിൽ ജാഗ്രത തുടരുകയാണ്. ഇനിയും ജപ്പാനിൽ തുടർ ഭൂചലനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ 2 തവണയാണ് പ്രദേശം കുലുങ്ങിയതായി പറയുന്നത്. മാത്രമല്ല ഭൂചലനത്തിന് തൊട്ടുമുമ്പ് കടലിൽ തീവ്രതയുള്ളൊരു മറ്റൊരു ചലനവും റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ചയും 7.7 തീവ്രതയുള്ള ഭൂചലനത്തിന് പിന്നാലെ രാജ്യത്ത് തുടർചലനങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് അധികൃതർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ഇപ്പോഴും ഭൂചലനം ഉണ്ടായിരിക്കുന്നത്. അന്ന് ഭൂചലനത്തിൽ 6 പേർക്ക് പരിക്കേൽക്കുകയും ചെറിയ തോതിൽ സുനാമി തിരമാലകൾ അടിക്കുകയും ചെയ്തിരുന്നു. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെങ്കിലും ഭൂചലനത്തെ തുടർന്ന് മലയോര മേഖലകളിൽ ഉരുൾപൊട്ടലിനും പാറകൾ വീഴുന്നതിനും സാധ്യതയുണ്ട്. അതിനാൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ ഏജൻസി പറയുന്നുണ്ട്. വരും ആഴ്ചകളിലും സമാനമായ തീവ്രതയുള്ള തുടർ ഭൂചലനങ്ങൾ ഉണ്ടായേക്കാം. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.